പ്രകാശിക്കുകയാണ്. എല്ലാവരും ഈ പുസ്തകം വായിക്കുക. അതിന്റെ ഉള്ളടക്കങ്ങൾ നമ്മുടെ ഹൃദയത്തോട് സമ്മാനമാണ്. പൊന്നാടി അണിയിച്ച് ആദരിച്ച അദ്ദേഹത്തിന്റെ ഛായാചിത്രം പതിച്ച ഒരു എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഫലം കൂടി അദ്ദേഹത്തിനായിട്ട് ആദരിക്കുന്നു നമ്മുടെ ശ്രീരജിത്ത് കുറ്റ്യാട്ടൂർ. അടുത്ത നമ്മുടെ കൊടുക്കാം. ഭാവിയിൽ നമ്മുടെ നാടിന് തിരക്കുരയായിട്ട് മാറുന്ന വലിയ താരമായിട്ട് മാറട്ടെ എന്ന് ഈ വേദി നമ്മുടെ യൂട്യൂബർ ഗംഭീരമായി ഉജ്ജ്വലമായി കണ്ടാണ് നമ്മളെല്ലാം ചേർത്ത് ഒറ്റ മനസ്സോടുകൂടി സൗന്ദര്യാത്മകമായ മനസ്സോടുകൂടി നമ്മൾ നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വാക്കിനേക്കാൾ നമ്മുടെ സംഭാഷണത്തിനേക്കാൾ ഈ ഇരിപ്പ് തന്നെ പ്രധാനമാണ്. ഇപ്പൊ നേരത്തെ രജത് സംസാരിച്ചു, ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അതിനിടയ്ക്ക് എനിക്ക് പറയാനൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനിവിടെ വന്ന് കുറച്ചു നേരമായി വന്നിട്ട് എല്ലാ ആളുകളെയും ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് എല്ലാ ആളുകളുടെ മുഖത്ത്, അത് വയസ്സായ ആളായിക്കോട്ടെ, ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, എല്ലാ ആളുകളുടെയും മുഖത്ത് എന്താ വെച്ചാൽ നല്ലൊരു യൗവനം തുടിച്ചു നിൽക്കുകയാണ്. തെളിച്ചും തീർച്ചയും മൂർച്ചയും സൗന്ദര്യവും ഉണർവും ഊർജ്ജസ്വലതയാണ് വരുന്ന ആളുകളൊക്കെ. എന്നാൽ ആരെങ്കിലും ഒരാൾ ക്ഷീണ മുഖത്തോടെയുള്ള ഒരാളെ കണ്ടേ ഇല്ല. അതൊരു പക്ഷേ ഞാൻ എൻ്റെ ദേശത്ത്, ഞാൻ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന് പറഞ്ഞ തിക്കോടി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറ്റ്യാട്ടൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളത്, അത് കുറ്റ്യാട്ടൂർ മാങ്ങയാണ്. ഞാൻ ആദ്യം ചോദിച്ച പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, എല്ലാവരുടെ പേര് ഞാൻ പറയാം, നമ്മുടെ ടീച്ചർ ഉൾപ്പെടെ അച്ഛൻ ഉൾപ്പെടെ അല്ലേ, എന്താ പിന്നെ കുറ്റ്യാട്ടൂർ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് തിരിച്ചു വന്നിരുന്നതിന് കുറച്ച് എനിക്ക് മാങ്ങ തരുമെന്ന്. അപ്പൊ മാങ്ങ എനിക്ക് തരേണ്ടി വരും എന്ന് വെച്ചാൽ ഒരാൾ ഈ കൊല്ലം കുറവാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കുറച്ച് മാങ്ങ കിട്ടുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ അല്ലാതെ നമ്മുടെ സംഭാഷണത്തിനൊന്നുമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് എത്ര സൗന്ദര്യ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള കൂടിയിരിക്കൽ ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ ആദ്യ പരിപാടിയായിരുന്നു കഴിഞ്ഞ മാസം നടന്നത്. അപ്പോൾ നേരത്തെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല പരിപാടി തുടങ്ങുന്ന സമയത്ത്. നേരത്തെ ഞങ്ങളിങ്ങനെ ലൈറ്റൊന്നും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പരിപാടി തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ പരിപാടിയുടെ ഒരു മധ്യഘട്ടമാകുമ്പോഴേക്കും ഈ മൈതാനി നിറയുന്ന, ഗ്രൗണ്ട് നിറയുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നും അതുപോലെ തന്നെ ആൾക്കൂട്ടം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയല്ല, തീർച്ചയായും ഉണ്ടായിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടുത്തെ അധ്യാപകനായിരുന്ന ശ്രീ റഷീദ് മാസ്റ്ററുടെ സ്മരണാർത്ഥമാണ്, അദ്ദേഹമാണ് കലാലയ കുറ്റ്യാട്ടൂർ എന്ന ആശയം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഏകദേശം 25 വർഷത്തിന് മേലെയായി എന്നാണ് എൻ്റെ ഓർമ്മ. സഹോദരി സാൻമാരെ, മാന്യ മെമ്പർമാരെ, ടീച്ചർ, അതുപോലെ തന്നെ നേരത്തെ സ്വാഗതം പറഞ്ഞു എങ്കിലും അധ്യക്ഷൻ എന്ന രീതിയിൽ ഞാൻ വീണ്ടും സ്വാഗതം ആശംസിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഇവിടുത്തെ ഈ വിദ്യാർത്ഥിയായി മാറിയത് ശ്രീ നവി അവതാരകനാണ്, ചാനൽ അവതാരകനാണ് ഷിജു പത്താമയിൽ. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ വളർച്ചയ്ക്കും ഒപ്പം നിന്ന് സഹകരിക്കുന്ന ശ്രീ മധു. അതുപോലെ തന്നെ ഇന്നലെ കലാലയുടെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ശ്രീ, പിന്നെ വരാമെന്ന സാന്നിധ്യം ഭിന്നശേഷി ഗായികയായ 100% അന്ധ ഗായികയായ എക്സാമിൻ്റെ ഒരു തിരക്കുകൊണ്ട് എത്തിപ്പെടാൻ പറ്റില്ല. അവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പുസ്തക